ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ത്യൻ നദികൾ എന്നൊരു ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു റിവിഷൻ എന്ന രീതിയിൽ LDC എക്സാമിനാണെങ്കിലും അല്ലെങ്കിൽ അതേപോലെ അടുത്ത് വരുന്ന LPUP എക്സാമിനാണെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കുന്ന ഏരിയ തന്നെയാണ്. അപ്പോൾ പ്രധാന നദികൾ, അതിൻ്റെ പോഷക നദികൾ, അതേപോലെ അതിലുള്ള പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ, ഈ രീതിയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു റിവിഷൻ എന്ന രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹിമാലയൻ നദികൾ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, യമുന. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട് PSC അല്ലേ. ഒന്നെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ അല്ലെങ്കിൽ പ്രധാന കരാറുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട നോക്കി, ആദ്യമായിട്ട് നമുക്ക് സിന്ധു എന്ന നദീനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് സിന്ധു എന്ന പേര് നൽകിയതാരാണ്? ആര്യന്മാരാണ് ഈ നദിയെ സിന്ധു എന്ന പേര് വിളിച്ചത്. അതേപോലെ സിന്ധു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സമുദ്രം എന്നാണ് സിന്ധു എന്ന വാക്കിൻ്റെ അർത്ഥം. അതേപോലെ അതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? സിന്ധു നദിയുടെ നീളം എന്ന് പറയുന്നത് 2880 കിലോമീറ്ററാണ്. 2880 കിലോമീറ്ററാണ് സിന്ധു നദിയുടെ നീളം എന്ന് പറയുക അല്ലേ. അതേപോലെ നോക്കി, സിന്ധു നദിയുടെ ഏറ്റവും കൂടുതൽ ഭാഗം പാകിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത്. സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ എന്താണ്, ഇന്ത്യയിലൂടെയാണോ പാകിസ്ഥാൻ, അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുക അല്ലേ. അപ്പോൾ സിന്ധു നദിയുടെ ഏറ്റവും കൂടുതൽ ഭാഗം ഇതിലൂടെ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പാകിസ്ഥാനിൻ്റെ ദേശീയ നദി ഏതാണ്? സിന്ധു ആണ്. ആ കാര്യം മറക്കണ്ട. അതേപോലെ നോക്കി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ അല്ലേ, അത് നടന്ന വർഷം 1960 ആണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതിൻ്റെ അല്ലേ, അതിൻ്റെ ലീഡർ ആരാണ് എന്നൊക്കെ രീതി ചോദിക്കാറുണ്ട് അല്ലേ. അപ്പം നർമ്മദ നദിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നർമ്മദയിൽ പണിയുന്ന സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രകൃതി സ്നേഹികളും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് രൂപീകരിച്ച പ്രസ്ഥാനമാണേത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ നേതാവ് ആരാണ്? മേധാ പാട്കർ ആണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. മേധാ പാട്കറാണ് ഇതിൻ്റെ നേതാവ്, ലീഡർ എന്ന കാര്യം ഓർത്തിരിക്കുക. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തൊരു നദിയാണ് കാവേരി നദി. കാവേരിയുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. നീളം എത്രയാണ്? 765 കിലോമീറ്ററാണ്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടകം, തമിഴ്നാട് എന്ന സംസ്ഥാനങ്ങളോടാണ് എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത് അല്ലേ. അതേപോലെ ഇതിൻ്റെ പേര് നോക്കി, അർദ്ധഗംഗ, ദക്ഷിണഗംഗ എന്ന പേരിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ പട്ടണങ്ങൾക്ക് ഏത് തീരത്താണ്? കാവേരി നദിയുടെ തീരത്താണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇത് പതിക്കുന്ന എവിടെയാ? ബംഗാൾ ഉൾക്കടലിലാണ് ഈ നദി എന്ത് ചെയ്യുന്നത്, പതിക്കുന്നത് എന്ന കാര്യവും ഓർത്തിരിക്കുക. അടുത്തത് PSCയുടെ ഒരു പ്രീവിയസ് ചോദ്യമാണ്, പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് പാതാളഗംഗ എന്ന് പറയുന്നത്? അതായത് കൃഷ്ണാനദിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാതാളഗംഗ എന്നറിയപ്പെടുന്നത്. കൃഷ്ണാനദിയുടെ നീളം എത്രയാണ്? 1400 കിലോമീറ്ററാണ്. ഇത് പതിക്കുന്ന എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് എന്ത് ചെയ്യുന്നത്, പതിക്കുന്നതെന്ന കാര്യവും ഓർത്തിരിക്കുക. അടുത്തത് ഹിരാക്കുട്ട് അണക്കെട്ട്. PSCയുടെ പ്രീവിയസ് ചോദ്യമാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുട്ടാണ്. അത് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഇത് രണ്ടും പ്രീവിയസ് ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ടാണ്. അതേപോലെയാണ് മഹാനദിയിലാണെന്ന കാര്യം എന്ത് ചെയ്യണം, ഓർത്തിരിക്കുക. അതേപോലെ അടുത്ത ചോദ്യം നോക്കി, മഹാനദി എവിടത്തെയാണ്? ഒറീസയിലെ പ്രധാന ഒരു നദിയാണെന്ന് പറയുക, മഹാനദി എന്ന് പറയുക. മഹാനദിയുടെ നീളം എത്രയാണ്? 860 കിലോമീറ്ററാണ് മഹാനദിയുടെ നീളം എന്നറിയപ്പെടുന്നത് അല്ലേ. ഓക്കെ, ഇത് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ ഹിരാക്കുട്ടുമായി ബന്ധപ്പെട്ട ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ഗോദാവരിയാണ്. ഗോദാവരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി. ഇതാണ് ഗോദാവരിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. വലിപ്പത്തിലും നീളത്തിലും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയാണ്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 1450 കിലോമീറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മനസ്സിലായില്ലേ? ഇത് ഒഴുകുന്നത് എവിടേക്കാണ്? മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, മധ്യപ്രദേശ്, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഒഴുകുന്നത് അല്ലേ. അടുത്തതായിട്ട് നമുക്ക് സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ നോക്കാം. PSC ചോദിക്കാറുണ്ട്. അപ്പം ഇതാണ് 5 പോഷക നദികൾ. ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രബി, സത്ലജ്, ബിയാസ്. ഇത്രയാണ് പോഷക നദികൾ എന്ന് പറയുക അല്ലേ. ഇനിയും നോക്കിയാൽ 1960 കരാർ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ 1960. അപ്പോൾ ഈ കരാർ പ്രകാരം ബിയാസ്, രവി എന്നീ നദികളിലെ ജലം ആർക്കാണ്? ഇന്ത്യക്കാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അതേപോലെ അറബിക്കടലിലാണ് സിന്ധു നദി എന്ത് ചെയ്യുന്നത്, പതിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മുടെ
രണ്ടാമത്തെ നമുക്ക് നദിയാണെന്ത് ഭാരതത്തിൻ്റെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ് അല്ലേ. അപ്പോൾ PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എന്താ? 2008 ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ആ വർഷം മറക്കരുത്. 2008 ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് നമ്മൾ ഗംഗയെ പ്രഖ്യാപിച്ചെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതേപോലെ നോക്കി, ഭാരതത്തിലുള്ള ഏറ്റവും നീളം കൂടിയ നദിയും ഏതാണ്? ഗംഗയാണ്. ഗംഗയുടെ നീളം എത്രയാണ്? 2510 കിലോമീറ്ററാണ്. മനസ്സിലായില്ലേ? അതേപോലെ നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള നദി ഏതാണ്? അതും ഗംഗയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം നോക്കൂ, നമ്മൾ ഗംഗാനദി ഉത്ഭവിച്ചതിന് ശേഷം അല്ലേ, ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥി, അളകനന്ദ ഈ 2 നദികൾ ചേർന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഗംഗ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്ന കാര്യം എന്ന് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ എപ്പോഴും PSC ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണെന്ത്? ഹരിദ്വാറിൽ വെച്ചാണ് ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? ഹരിദ്വാറിൽ വെച്ചാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർക്കുക. അതേപോലെ നോക്കി, ഒഴുകുന്ന സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അല്ലേ. ഈ സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഗംഗാനദി ഒഴുകുന്ന കാര്യം എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അതേപോലെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? യമുനയുണ്ട്, രാംഗംഗ, ഗോമതി, ഗണ്ഡക്, മഹാനദി, ദാമോദർ, രൂപ്നാരായൺ തുടങ്ങിയ നദിയൊക്കെ എന്താണ്? പ്രധാന പോഷക നദിയാ ഓർക്കുക. അതേപോലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കരാറല്ലേ, ഈ നദിയുമായുള്ള കരാർ ഒപ്പുവെച്ചത് 1996 കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർക്കുക. ഓക്കെ. അതേപോലെ ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗാ നദി പതിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം നോക്കിയാൽ, ത്രിവേണി സംഗമം PSC ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പം സരസ്വതി എന്ന നദിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നോക്കിയേ, ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ ഒരുമിക്കുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണത് ത്രിവേണി സംഗമം. അപ്പോൾ ഏതൊക്കെയാണ് നദികൾ? ഗംഗ, യമുന, സരസ്വതി എന്നതാണ് 3 നദികൾ. ഇത് ഒന്നിക്കുന്ന സ്ഥലത്തിന് പറഞ്ഞ പേരാണ് ത്രിവേണി സംഗമം എന്ന് പറയാം അല്ലേ. എവിടെ വെച്ച് ഒന്നിക്കുന്നത് നോക്കിയേ, ഇത് അലഹബാദിലാണ്. ത്രിവേണി സംഗമം എവിടെയാണ്? അലഹബാദിലാണെന്ന കാര്യവും ഓർത്തിരിക്കുക. ത്രിവേണി സംഗമം അലഹബാദിലാണ് അല്ലേ. ഇന്ന് നോക്കിയേ, ഗംഗയും യമുനയും അവിടെ ഒഴുകിയെത്തുമ്പോൾ സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ പ്രവഹിച്ച് ചേരുന്നതായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സങ്കല്പം. അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പം നിലവിൽ ഗംഗ, യമുന എന്ന നദികൾ അലഹബാദിൽ വെച്ച് ഒന്നിക്കുന്നു, ഭൂമിക്കടിയിലൂടെ സരസ്വതി നദി വന്ന് ചേരുന്നു എന്നാണ് നമ്മൾ സങ്കല്പം. അപ്പോൾ ഇതിനെയാണ് ത്രിവേണി സംഗമം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അടുത്തോളം നോക്കി, ചുവന്ന നദി. ഇതും പ്രീവിയസ് ചോദ്യമാണ്. അപ്പോൾ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയാണ് നമ്മൾ ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത് അല്ലേ. അതേപോലെ നോക്കി, ബ്രഹ്മപുത്രയുടെ നീളം എത്രയാണ്? 2990 കിലോമീറ്ററാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന എത്രയാണ്? അതിൽ 916 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ എന്ത് ചെയ്യുന്നുള്ളൂ? ഒഴുകുന്നുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ബംഗ്ലാദേശിൽ വിളിക്കുന്ന പേരെന്താണ്? ജമുന എന്നാണ് ബംഗ്ലാദേശിൽ വിളിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അടുത്ത് നോക്കൂ, അപ്പോൾ ഈ കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഇന്ത്യയെ കൂടാതെ ചൈന, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളോട് ബ്രഹ്മപുത്ര നദി എന്ത് ചെയ്യുന്നത്? ഒഴുകുന്നുണ്ട്. അതേപോലെ നോക്കൂ, പതിക്കുന്ന എവിടെ നോക്കി, ബംഗ്ലാദേശിൽ വെച്ച് ഗംഗയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിലാണ് ഏത് പതിക്കുന്നത്? ബ്രഹ്മപുത്ര നദിയും പതിക്കുന്നത്. അടുത്ത് നമുക്ക് ഉപദ്വീപീയ നദികൾ എന്നൊരു ഭാഗം നോക്കാം. അപ്പോൾ ഉപദ്വീപീയ നദി എന്ന് പറയുന്നത് എന്താ? ഉപദ്വീപീയ നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. മനസ്സിലായില്ലേ? അവയെ കിഴക്കോട്ടൊഴുകുന്നവ, പടിഞ്ഞാറോട്ടൊഴുകുന്നവ അങ്ങനെ 2ആയി തിരിക്കുന്നു അല്ലേ. അതിൻ്റെ എണ്ണവും കാര്യങ്ങളും നമുക്കറിയാമെന്ന് ഇപ്പോൾ പറയുന്നില്ല. അടുത്ത് നോക്കി നമുക്ക് അത് ഏറ്റവും ആദ്യമായിട്ട് നർമ്മദയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? നർമ്മദയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? നർമ്മദയാണ്. അതേപോലെ നോക്കി, നർമ്മദയുടെ ഉത്ഭവം എവിടെയാണ്? അമർഖണ്ഡത്തിലാണ് ഉത്ഭവം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പൂർണ്ണ, പ്രാൺഗീത, ഇന്ദ്രാവതി, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദി എന്ന് പറയുക. അതേപോലെ അടുത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അന്തർവാഹിനിയായ നദി എന്ന് പറയുന്നത് ഏതാണ്? സരസ്വതിയാണ് അല്ലേ. സരസ്വതിയാണ്. ഇത് എന്ത് ചെയ്യുന്നു? ഭൂമിക്കടിയിലൂടെ സഞ്ചരിച്ച് ത്രിവേണി സംഗമത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഗംഗയും യമുനയും അലഹാബാദിൽ വെച്ച് സംഗമിക്കുമ്പോൾ സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ ഒഴുകി എത്തുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്ന കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ആ സരസ്വതി നദീൻ്റെ കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. PSC ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നോക്കി,
മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഘഗ്ഗാറുണ്ട്, സരസ്വതിയുണ്ട്, ലൂണിയുണ്ട് അല്ലേ. അപ്പം നോക്കിയേ, ഘഗ്ഗാറിൻ്റെ ഉത്ഭവം ഹിമാലയത്തിലാണ്, സരസ്വതിയുടെ ഉത്ഭവം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്, ലൂണിയുടെ ഉത്ഭവം രാജസ്ഥാനിലെ ആരവല്ലിയാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അതേ അടുത്തത് ഇന്ത്യൻ തീരത്തുള്ള പട്ടണങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അലഹബാദ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ അലഹബാദ് ഗംഗയും യമുനയും ചേർന്ന് ഉള്ള സംഗമസ്ഥാനത്താണത് അലഹബാദ്. അതേപോലെ ആഗ്ര, ഡൽഹി, മധുര ഏതിൻ്റെയാ? യമുനയുടെ തീരത്താണ്. അതേപോലെ അഹമ്മദാബാദ് സബർമതിയാണ്. അയോധ്യ സരയൂ നദിയുടെ തീരത്താണ്. അതേപോലെ കാൺപൂർ, പാറ്റ്ന, വാരണാസി ഒക്കെ ഗംഗേൻ്റെ തീരത്താണ്. അതേപോലെ കൊൽക്കട്ട ഏതാണ്? ഹൂഗ്ലി നദിയുടെ തീരത്താണെന്ന് ഓർക്കുക. അതേപോലെ സൂററ്റ് ഏതിൻ്റെ നദീ തീരത്താണ്? സൂറത്ത് തപ്തി നദിയുടെ തീരത്താണ്. ജംഷഡ്പൂർ ഏതിൻ്റെയാണ്? സുവർണരേഖ എന്ന നദിയുടെ തീരത്താണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ ശ്രീരംഗപട്ടണം ഓൾറെഡി പറഞ്ഞതാണ്, കാവേരി നദിയുടെ തീരത്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഇനി പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ നോക്കി. ജോഗ് വാട്ടർഫാൾ അല്ലേ, എവിടെയാണ്? ശരാവതി നദിയുടെ തീരത്താണ്. അതേപോലെ ശിവസമുദ്രമുണ്ട് കർണാടകയിൽ, അതേ കാവേരി നദിയുടെ തീരത്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതേപോലെ അപ്പം ഇത്രയും കാര്യങ്ങളാണെന്ത് പ്രധാനപ്പെട്ട നദിയുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം മിനിമം ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.